ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ വയനയില, ഏലക്ക, പെരിഞ്ജീരകം, കറുകപ്പട്ട, ഗ്രാമ്പു. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലേവർ ആ ചിക്കനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇപ്പോൾ ഏകദേശം പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമ തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സി ജാറിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പെരുംജീരകവും വയനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലേക്ക് ആ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല ഒരു സ്മെല്ലായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെയൊക്കെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനല്ല കേട്ടോ ഈ ചിക്കൻ കുറുമ തയ്യാറാക്കുന്നത്. നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ട് അതുലണ്ണനാണ്. ചേട്ടൻ ദുബായിൽ ഷെഫാണ്. അപ്പം ചേട്ടൻ്റെ ഫുഡ് ഐറ്റംസൊക്കെ നല്ല സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചേട്ടനെ കൊണ്ട് ചിക്കൻ കുറുമ തയ്യാറാക്കിച്ചത്. അപ്പോൾ അതിനുശേഷം അതിലേക്ക് കുറച്ച് അല്പം പാൽ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ കുറുമയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.